ഹായ് മക്കളെ, അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ ജൂൺ 2-ാം തീയതി തന്നെയാണ് ഒരു ഡൗട്ടും ഇല്ല. ജൂൺ 2-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും, സ്കൂൾ ഓപ്പൺ ആവും എന്നുള്ളതാണ്. ശേഷം പെരുന്നാൾക്ക് ഒരു ലീവൊക്കെ ഉണ്ടാവും. അങ്ങനെ സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ അധ്യയന വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ്. ലൈക്ക് 10ാം ക്ലാസ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഇനി അത് കൂടാണ്ട് വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഓരോ നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ 365 ദിവസവും നമുക്ക് പഠനമല്ലല്ലോ. ഒരു വർഷം 365 ദിവസമാണെങ്കിലും നമുക്ക് ആകെ പഠിക്കാനുണ്ടെന്ന് 190ഓളം ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ഇപ്പോൾ 7 ശനിയാഴ്ചകൾ കൂടെ കൂട്ടിയിട്ട് ഇനി നമ്മളുടെ പ്രവൃത്തി ദിവസം എന്ന് പറയുന്നത് ഒരു 1200 മണിക്കൂർ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പഠിക്കണം. അതായത് 204 ഡേയ്സ് നിർബന്ധമായിട്ടും ഒരു കുട്ടി സ്കൂളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു കർശന നിർദ്ദേശപ്രകാരം QIPയുടെ ഒരു നിർദ്ദേശമാണിത്. അങ്ങനെ അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 1200 മണിക്കൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടി വരും. പിന്നെ ഒബ്വിയസ്ലി UPയിലൊക്കെ 800 മണിക്കൂർ എന്ന് പറയുന്ന 800 hours ആണ്. അപ്പോൾ അതും ഡെഫിനറ്റ് ആയിട്ട് എന്തുണ്ടാവും, എല്ലാ മക്കൾക്കും ആ 800 മണിക്കൂറിലെ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് 1 മുതൽ 4 വരെയുള്ള LP ക്ലാസ്സുകൾക്ക് 800 മണിക്കൂർ അധ്യയനം മതി എന്നതിനാൽ ശനിയാഴ്ചകൾ അവർക്ക് എന്തല്ല പ്രവൃത്തി ദിവസം ആവില്ല. അവർക്ക് പിന്നെ UPയിൽ ശരിക്കും വേണ്ടി എത്ര മണിക്കൂറാണ് അറിയോ? 1000 മണിക്കൂറാട്ടോ. അതായത് LPയിൽ 800, UPയിൽ 1000, ഹൈസ്കൂളിൽ 1200 മണിക്കൂർ. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഇനി നമ്മളെ സ്കൂളിൽ പഠനം ഉണ്ടാവില്ല. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ ക്ലാസ് ടൈം കൂട്ടിയിട്ടുണ്ട്. അത് രാവിലെ ക്ലാസ് നമുക്ക് എത്ര മണിക്ക് തുടങ്ങുമെന്ന് വെച്ചാൽ രാവിലെ നിങ്ങൾക്ക് അറിയുന്ന പോലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 9:45 തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 4:15 വരെ നമ്മുടെ ക്ലാസ് ഉണ്ടാവും. 9:45 തുടങ്ങുന്ന ക്ലാസ് വൈകുന്നേരം 4:15 വരെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താന്ന് മെയിൻലി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം രാവിലെ മദ്രസക്ക് പോകുന്ന മദ്രസ പഠനമുള്ള കുട്ടികളുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ രാവിലെ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ച് ഒരു 10 മണിക്ക് 10:30 ആ ടൈമിലാണ് സാധാരണ സ്കൂളിൽ എത്തിയിരുന്നത്. അത് എന്ന് പറയുന്നത് 10 മണിക്ക് സ്കൂൾ തുടങ്ങില്ലേ, അപ്പോൾ ആ ഒരു ടൈമിലേക്ക് എത്തുന്നത്. അത് 9:45 എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂഷൻ സെൻ്റർ ആണെങ്കിലും മദ്രസ ആണെങ്കിലൊക്കെ നമ്മളൊരു 9:30 അല്ലേ, അല്ലെങ്കിൽ പല ആളുകൾക്ക് ഒരു 3/4 മണിക്കൂർ മുന്നേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8:45 ഇറങ്ങണം. അപ്പോൾ രാവിലത്തെ മദ്രസ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ കുറച്ചുകൂടി നേരത്തെ അല്ലേ. അതൊക്കെ ഇപ്പോഴത്തെ ഒരു മഴക്കാലത്തൊക്കെ ഒരുപാട് നേരത്തെ ഇരുട്ടൊക്കെ കാണുന്ന സമയത്ത് ഇമ്പോസിബിൾ ആയിട്ട് വരും. അതുപോലെ സ്കൂൾ വിട്ട് വരിക എന്ന് പറയുമ്പോൾ 4:15 നാട്ടിൽ നമ്മൾ 4:15 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അല്ലേ ഒരു 5 മണി എന്തായാലും നമ്മൾ സ്കൂളിലിട്ട് വീട്ടിൽ പോയിരുന്ന ഫ്രഷ് ആയി ഒരു 5 മണിയാവും. പിന്നെ ലൈക്ക് 5 മണിയായി കഴിഞ്ഞാൽ 1 മണിക്കൂർ ആവുക എന്ന് പറയുന്നത് 6 മണിയൊക്കെ അല്ലേ. അത് കുറച്ച് സമയം കഴിഞ്ഞ് ഇരുട്ടിലേക്കൊക്കെ 5-5:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടൊക്കെ ആവും. അപ്പം നമ്മൾ ഈവനിങ് ട്യൂഷൻ ആണെങ്കിലും മോർണിംഗ് ട്യൂഷനൊക്കെ അരമണിക്കൂറിൻ്റെ ഒരു വ്യത്യാസം നമ്മളുടെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മളെ പഠനത്തിൽ വരുത്തുമെന്നുള്ളതാണ്. അപ്പോൾ സാർ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷനുമായിട്ട് റാൻസ് ലേണിംഗ് പോർട്ടൽ നിങ്ങളുടെ മുന്നിലുണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ ട്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇരുന്ന് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് 10ാം ക്ലാസ് ആണെങ്കിലും 9ാം ക്ലാസ് ആണെങ്കിലും അതുപോലെ +1 +2 ആണെങ്കിലും ഒക്കെ ഇരുന്ന് പഠിച്ച് ദമ്മായിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നറിയോ അസിസ്റ്റ് നിങ്ങൾക്ക് നൽകും. മാത്രം നോട്ട്സ് ഒക്കെ വേറെ ലെവലായിട്ട് നിങ്ങൾക്ക് എന്താ അറിയോ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആകും. അപ്പം നമുക്ക് പഠിക്കാനുള്ള സമയം ഇനി നമ്മൾ സ്കൂളിൽ എന്താണ് അരമണിക്കൂറിലൊക്കെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ വലിയ സംഭവമാണോ? ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഇതായോ ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ അരമണിക്കൂറിൻ്റെ ഒരു വാല്യൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരികയാണ്, വെള്ളം തന്നു കേട്ടോ. ഇത് ചെറിയൊരു അല്ലേ ഓപ്പണിങ്ങേ വിടുള്ളൂ, ചെറിയ ഓപ്പണിങ്. അപ്പം ഞാൻ ഇതിലൂടെ ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇതിലൂടെ എന്താണ് കമ്പാരിറ്റീവ്ലി എന്താണ് വരിക അല്ലെ, കുറച്ച് വെള്ളമേ വരുള്ളൂ അല്ലേ. പക്ഷെ ഞാൻ ഇത്രത്തോളം വലിയൊരു ഹോളാണെങ്കിലോ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഈ ഹോൾ ചെറിയൊരു ചേഞ്ച് ഞാൻ വരുത്തുന്നുള്ളൂ. ഈ ഹോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ചെറിയ ഹോൾ ഇവിടുന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ വലിയ ഹോൾ. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്ന സമയത്ത് എങ്ങനെ വരിക, ഓവർഫ്ലോ വരും എന്നുള്ളതാണല്ലേ. അങ്ങനെ വലിയ ഹോളാണ് ഈ ബോട്ടിലെങ്കിൽ ഇതിലുള്ള പിന്നെ സെയിൽസ് ഈ ബോട്ടിൽ എന്തെങ്കിലും കൂടും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ഇടുന്ന ഒരു സിനിമയിൽ ഇങ്ങനത്തെ എന്തോ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ അല്ലേ. ഏതാ സിനിമ? കിങ് ലെയറിലുണ്ട്. എന്തായിരുന്നു? കോസ്മെറ്റിക് ഐറ്റംസ് അല്ലേ. ഒരു കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്, ഒരു ക്രീമുണ്ട്. ആ ക്രീം നമ്മൾ ടൂത്ത് പേസ്റ്റ് ആലോചിച്ച് നോക്കുക. ഈ ടൂത്ത് പേസ്റ്റിൻ്റെ അതിലുള്ള ആ ലിക്വിഡ് ഫോം ഉണ്ടാവില്ലേ, ഒരു കട്ടിയുള്ളൊരു സാധനമാണ്, ഒരു തിക്കായിട്ടുള്ളൊരു സാധനമല്ലേ. അത് കുറച്ചും കൂടെ കുറച്ച് വാട്ടർ കണ്ടന്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒഴുകി വരുന്ന ഫ്ലോ കൂടും. ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
പെട്ടെന്ന് എന്ത് ചെയ്യും, അത് കാലിയാവും. കാലിയായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, റീപർച്ചേസ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ അതിൽ ആകെ ഇച്ചിരി വെള്ളം ആഡ് ചെയ്യുക, അല്ലെങ്കിലോ അതിൻ്റെ ടോപ്പ് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു സെൻറ്റ് എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നവരോ ഓരോ സെയിൽസിൽ ബിഗ് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ നമ്മളെ ഒരു ഡെയിലി ഹാഫ് ആൻ അവർ നമ്മളുടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മളിതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്കൂളിൽ എത്തിയാലും നമ്മളെ മൂഡൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള മൂഡല്ല, അവിടെ വേറൊരു വൈബൊക്കെയാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും പഠനം നടക്കണ്ടേ, പഠനം ഇമ്പോർട്ടൻ്റ് അല്ലേ കേട്ടോ. വാല്യൂസും മൂല്യങ്ങളും മക്കളെ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 20 days എന്തില്ല, പുസ്തകം കൊണ്ടുപോകേണ്ട, എന്താണ് എങ്ങനെയാണ് ഒരു കുട്ടി ജീവിക്കേണ്ടത്, ഒരു കുട്ടി എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, ഡ്രഗ്സ് എന്താണ് മീൻസ് ഡ്രഗ്സിനെ കുറിച്ചൊരു പഠനം കേട്ടോ. അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, ആരാണ് മാതാവ്, ആരാണ് പിതാവ്, എന്താണ് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രയോറിറ്റി, ഹെൽത്ത് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ കുറേ ക്ലാസ്സുകളാണ് നമ്മൾ ഫസ്റ്റ് 20 days ഉണ്ടാവുള്ളൂ. ബുക്സ് പോലും കൊണ്ടുപോകണ്ട, ആദ്യം നിങ്ങൾ മനുഷ്യനാവാൻ പഠിക്കൂ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വേണ്ട സാധനങ്ങൾ ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വേണ്ട അറിവൊക്കെ കൊടുക്കണമെന്നെങ്കിൽ ആദ്യം മനുഷ്യനാവണ്ടേ അല്ലേ. നമ്മൾ മെൻ്റലി ഫിറ്റ് അല്ല, പിന്നെ എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും? ഫിസിക്കലി ഫിറ്റ് അല്ല, പഠിക്കൽ ഇമ്പോസിബിൾ ആണ് അല്ലേ. മെൻ്റലി, ഫിസിക്കലി, സോഷ്യലി, ഫാമിലി, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റലി, ഫിസിക്കലി, സോഷ്യലി, ഫാമിലി, ദെൻ ഫിനാൻഷ്യലി അല്ലേ. ഫിനാൻഷ്യലി പോട്ടെ, ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി നോക്കണ്ടല്ലോ, ബാക്കിയുള്ള എല്ലാ 4 കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ പഠനം വിൽ ബി വെരി ഈസി. ഐ റിപ്പീറ്റ്, വിൽ ബി വെരി ഈസി. അപ്പോൾ അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മളിതിൽ വരുത്തണം എന്നൊക്കെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മെൻറ്റാലിറ്റി, അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരണല്ലേ, ഇനി എപ്പോഴാണ് നമുക്ക് പഠിക്കാനൊരു സമയം, ട്യൂഷൻ പോക്കൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. സൊല്യൂഷൻ, ഐ റിപ്പീറ്റ്, റാൻസ് ലേണിംഗ് പോർട്ടലിൻ്റെ SSLC ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. റാൻസ് ട്യൂഷൻ്റെ ഇനി ആർക്കും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അല്ലേ, സാമ്പത്തികമായിട്ട് വല്ല ബുദ്ധിമുട്ട്, നിലവിലോ ലോ പ്രൈസിൽ നല്ല ക്വാളിറ്റി ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇനിയും അതിലും പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ റാൻസിൻ്റെ ഒരു കിടിലൻ ഓഫറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഈ ചാനൽ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. SSLC മാത്രമല്ല, +1 +2 സയൻസിൻ്റെ കോഴ്സൊക്കെ ഉണ്ട്. എൻ്റെ ചെങ്ങൈമാരെ വേറെ ലെവലിൽ നമ്മളെ ഫാക്കൽറ്റി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ കാണണം. അത് ആപ്പിൻ്റെ ഉള്ളിൽ ഫാക്കൽറ്റി മെമ്പേഴ്സ് വേറെ ഉണ്ട്, പുറമേൽ കാണുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ് വേറെ. ആപ്പിൻ്റെ ഉള്ളിലെ ആളുകളുടെ ക്ലാസ്സുകൾ കണ്ട ഞെട്ടിക്കോരിത്തെരിക്കും. ഇങ്ങനെ ഇങ്ങനെ എടുത്ത് പിടിക്കുന്ന കിടിലൻ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്തിന് കാത്തിരിക്കണം, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ലൈവിലേക്ക് നിങ്ങൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലൈവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ, അതിൽ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് ഒന്ന് ഫോളോ ചെയ്താൽ പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ്, നമ്മുടെ റാൻസിൻ്റെ ഡയറക്ടേഴ്സ് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ആ മീറ്റിങ്ങിൽ പറഞ്ഞു കുറച്ച് കുട്ടികൾ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാണ്, പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. താങ്ക് യു വെരി മച്ച്. ലവ് യു ഓൾ. ബൈ.